അത്യുച്ചത്തിൽ കർത്താവിനെ ഇന്ന് പകൽക്കാലം സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഹല്ലേലൂയ നമ്മുടെ ശ്വാസനാളങ്ങൾക്ക് ബലം നൽകിയ കർത്താവിന് ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയ കുഞ്ഞുങ്ങളോട് ചേർന്ന് നമുക്ക് പാടുവാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിരിക്കപ്പെട്ട അവൻ്റെ കരങ്ങളിലേക്ക്, വിരിക്കപ്പെട്ട മാറിലേക്ക് ഒന്ന് വീഴുവാൻ ഇന്ന് പകലിൽ നമുക്ക് ഇടയായാൽ, വിരിക്കപ്പെട്ട ആ മാറിലേക്ക്, വിരിക്കപ്പെട്ട ആ കരങ്ങളിലേക്ക് ഒന്ന് ഓടി വീഴുവാൻ നാം തയ്യാറായാൽ, ആ മാറിലെ ചൂട് അനുഭവിക്കുന്ന ഒരു ദൈവപൈതൽ, ആ കരങ്ങളുടെ സ്പർശനത്താൽ ലഭിക്കുന്ന ശക്തി, സ്തോത്രം, ഈ ഭൂമിയിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ കുഞ്ഞുങ്ങൾക്കോ പ്രിയപ്പെട്ടവർക്കോ ആർക്കും തരുവാൻ കഴിയുന്നതല്ല. സ്തോത്രം. ആ മാറിലേക്ക് വീണിട്ടുള്ള ആ മാറിലെ ചൂട് അനുഭവിച്ച യോഹന്നാൻ പറയുവാൻ കഴിയും, തിളച്ച എണ്ണ എനിക്കൊരു വിഷയമല്ല. സ്തോത്രം. തിളച്ച എണ്ണയിൽ നമ്മൾ വീണില്ലെങ്കിലും അതിനേക്കാൾ കാഠിന്യമുള്ള വേദനയിലൂടെ നമ്മളൊക്കെ കടന്നു പോയിട്ടുള്ളവരാ. നിലനിർത്തിയത് ആ മാറിലെ ചൂടാ. നിലനിർത്തിയത് ആ മാറിലെ ചൂടാ. സമ്മതിക്കാൻ കഴിയുമോ? ഒരു പക്ഷെങ്കിൽ ഇന്ന് എത്രത്തോളം ആ ചൂട് നാം അനുഭവിക്കുന്നുണ്ട്? ഇന്ന് എത്രത്തോളം ആ കരത്തിൻ്റെ സ്പർശനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു? ആ ചൂട് കുറഞ്ഞു പോയത് കൊണ്ടല്ലേ? ആ കരങ്ങളുടെ സ്പർശനം കുറഞ്ഞു പോയത് കൊണ്ടല്ലേ ഇന്ന് നമ്മളെ പ്രാരംഭത്തിൽ നാം ഓർപ്പിച്ചതുപോലെ ഭയം ഗ്രസിച്ചിരിക്കുന്നേ? തിളച്ച എണ്ണയിൽ കിടക്കുമ്പോഴും യോഹന്നാന് പറയുവാൻ കഴിയുന്ന ഒന്നുണ്ട്, എന്നെക്കുറിച്ചുള്ള പദ്ധതികൾ ഞാനല്ല നിർണയിച്ചത്, സ്വർഗത്തിലെ അപ്പനാ. സ്തോത്രം. വറുത്ത് കോരിയെടുത്ത യോഹന്നാൻ അടുത്ത സ്റ്റെപ്പിൽ പോകുന്നത് അതിനേക്കാൾ വലിയ സ്ഥലത്തേക്കാ, പത്മോസിൽ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിനങ്ങളിൽ ഞാൻ ഓർപ്പിച്ചതാ, പത്മോസിൻ്റെ ഏകാന്തത എന്ന് പറയുന്നത്, സ്തോത്രം, കൂർത്തുമൂർത്ത അസ്ഥിക്കഷ്ണങ്ങൾ കഴുകൻ ചിറകടിച്ച് പറന്നുയരുകയാണ്. ഒരിഞ്ച് മാംസം പോലും ആ പത്മോസിൻ്റെ ഏകാന്തതയിൽ ഈ കഴുകൻ വെച്ചേക്കത്തില്ല. പക്ഷേ മാറിലെ ചൂട് അനുഭവിച്ചവൻ, ആ കരങ്ങളിലേക്ക് വീണ യോഹന്നാൻ, ആ പത്മോസിൻ്റെ ഏകാന്തതയിൽ കാണുന്നത് കഴുകൻ്റെ ചിറകടി ശബ്ദമോ കൂർത്തുമൂർത്ത അസ്ഥിക്കൂമ്പാരങ്ങളോ അല്ല. തേജസ്കരിക്കപ്പെട്ട കർത്താവ് സ്വർഗത്തിൽ നിന്നൊരു വാതിൽ തുറന്നിട്ട് യോഹന്നാനോട് പറയുക, കുഞ്ഞേ, നീ ഇങ്ങോട്ട് നോക്കിക്കേ, ആർക്കും ഇതുവരെ വെളിപ്പെടുത്താത്ത ചിലത് ഞാൻ നിന്നെ കാണിക്കുകയാ. ആ മാറിലെ ചൂടിൻ്റെ ശക്തി ഇന്ന് പകലിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ, ആ കരത്തിൻ്റെ സ്പർശനം ഇന്ന് പകൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ, നീ ഇതുവരെ കാണാത്ത ചിലത് കാണാൻ പോകുകയാ. നീ ഇതുവരെ അനുഭവിക്കാത്ത ചിലത് അനുഭവിക്കുവാൻ പോകുകയാ. നിന്നെ ഭരിക്കുന്ന ഭയം ഇന്ന് പകൽ മാറുവാൻ, അവൻ്റെ മാറിലേക്കൊന്ന് വീഴുവാൻ ഇന്ന് പകൽ നാം തയ്യാറാകുക. സ്തോത്രം. അങ്ങനെയുള്ളൊരു ദൈവ പൈതൽ ഒടുവിൽ നമ്മൾ പാടി നിർത്തിയതുപോലെ അത്യുച്ചത്തിൽ നാം അവനെ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത് നിൽക്കുന്നവർക്ക് നമ്മുടെ ശബ്ദം ഒരു അരോചകമായി തോന്നിയേക്കാം. ഇവൻ എന്ത് പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഇങ്ങനെ കിടന്ന് ഈ വാ കീറാൻ കാരണം? സ്തോത്രം. അവർക്കറിയത്തില്ല നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നീ പറയുന്ന ഈ വാക്കിൻ്റെ ശക്തി. സ്തോത്രം. അവരല്ല, നിന്റെ കാലുകൊണ്ടാ നീ നടന്നത് ചില വഴികളിലൂടെ. പരിശുദ്ധാത്മാവ് ചിലത് ഓർപ്പിക്കുന്നത് കൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ ഇത് ഓർപ്പിക്കുകയാണ്. കുഞ്ഞെ, നീ നടന്ന ചില പാതകൾ ഇവർക്ക് നടക്കാൻ ഒക്കത്തില്ല കേട്ടോ. നീ കണ്ട ചില ഇരുട്ടുകൾ അവർക്ക് കാണാൻ ഒക്കത്തില്ല. നീ ചവിട്ടിയ ചില മുള്ളുകൾ ഇവർക്കാർക്കും ചവിട്ടാൻ കഴിയത്തില്ല. നിന്റെ ശബ്ദം അവർക്ക് അരോചകമായി കൊള്ളട്ടെ, പക്ഷെ സ്വർഗത്തിലെ അപ്പന് അത് ഏറ്റവും ഇഷ്ടമാ. ഹന്നായുടെ നിലവിളി ഏലി പുരോഹിതന് ഒരു അരോചകമായി തോന്നി. ഇവൾ മത്ത് പിടിച്ചിരിക്കുകയാണോ? കുറെ അവൾ നിലവിളിച്ചു, അവസാനം ശബ്ദം നിലച്ചു. പക്ഷെ അപ്പോഴും അത്യുച്ചത്തിൽ അവരുടെ ഹൃദയം ഇടിച്ചുകൊണ്ടിരുന്നു. ആരും അത് അറിഞ്ഞില്ലെങ്കിലും സ്വർഗത്തിലെ അപ്പൻ ആ ഇടിപ്പ് അറിഞ്ഞു. ഇന്ന് പകലിൽ
എത്ര പേരുടെ ഹൃദയം ഇടിക്കുന്നു. അപ്പനോടുള്ള നന്ദിയോട് പറയുക, അപ്പ എനിക്ക് വീഴുവാൻ അങ്ങയുടെ മാറിടമേ ഉള്ളൂ. എനിക്ക് വന്ന് ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ശരീരം ബലഹീനമാ, എൻ്റെ മനസ്സ് ബലഹീനമാ, എൻ്റെ ഹല്ലേലൂയ എൻ്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുകയാ. വചനം പറയുന്നു, നിന്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഞാൻ നിലവിളിക്കും, എൻ്റെ നിലവിളി എൻ്റെ അപ്പൻ കേൾക്കും. നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയും, ഭൂമിയുടെ അറ്റത്ത് നിന്ന് ആരും കൂട്ടിനില്ലാതിരുന്നപ്പോൾ ഞാൻ വിളിച്ച വിളി എൻ്റെ സ്വർഗത്തിലെ അപ്പൻ കേട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ എത്ര പേർക്ക്, നമ്മൾ എത്ര പേർ ഇവിടെ ഉണ്ടെന്നുള്ളതല്ല വിഷയം. സ്വർഗത്തിലെ അപ്പൻ ഒരുപക്ഷെങ്കിൽ ആയിരക്കണക്കിന് പേര് കൂടി ഇടത്തു നിന്ന് ഒരാരാധന പോലും ഉയരാതിരിക്കുമ്പോൾ, പ്രൈസറോട് ഇത്രയും പേരിരിക്കുന്ന ഈ കൊച്ചു ആരാധനാലയത്തിൽ നിന്ന് ഉയരുന്ന ശബ്ദത്തിന് അപ്പൻ പറയും, മോനെ ഇന്ന് പകലിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രൈസലോ ചില വാതിലുകൾ തുറക്കുവാൻ പോകുകയാണ്. ദൈവാത്മാവാരോടോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായൊരു ദൂതറിയിക്കുകയാ. എല്ലാ വാതിലുകളും നിന്റെ മുൻപിൽ അടഞ്ഞിരിക്കുമ്പോ നിന്റെ മുൻപിൽ ഇരുട്ട് മാത്രമാ. വചനം പറഞ്ഞു, ഞാൻ നിന്റെ കാലിന് ദീപമായി നിന്റെ പാതയ്ക്ക് പ്രകാശമായി നടത്തുവാൻ കഴിയുന്നൊരു ദൈവമാ. അവന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ആ പ്രാർത്ഥനയോട് ഇന്ന് പകലിൽ നാം ദൈവസന്നിധിയിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ പ്രൈസ് പ്രിയ മകന് എബി ദൈവജനവുമായി നിന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അവനോട് ഇന്ന് ചോദിച്ചതേ ഉള്ളൂ, മോനാണോ ഇന്ന് സങ്കീർത്തനം എന്ന് ചോദിച്ചതേ ഉള്ളൂ. അല്ല, ഞാനൊന്നും ചോദിച്ചില്ല. മെസ്സേജ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞില്ല, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം ചിന്ത നമ്മൾ ഒരുമിച്ച് പങ്കിടുമ്പോൾ, ഇന്നലെ പ്രഭാതം വരെ ദൈവാത്മാവ് എനിക്ക് നൽകിയ ദൂത്, ഇന്നലെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ ആസ് യൂഷ്വൽ ഒരു ചോദ്യമിട്ടു. ഞാൻ ആ ചോദ്യത്തിന് മുൻപിൽ എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് ഞാൻ ഒത്തിരി പ്രാവശ്യം നോക്കി. ഡ്യൂറിങ് ദ ഡേ ഒത്തിരി പ്രാവശ്യം, പല പ്രാവശ്യങ്ങളിലായി ഞാൻ ദൈവസന്നിധിയിൽ വീണ്ടും ആവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമുക്ക് നമ്മുടെ വളരെ പ്രാർത്ഥനയോടുകൂടെ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38-ാം വാക്യത്തിൻ്റെ അവസാനത്തെ ഒരു സെൻറ്റൻസ്. Gospel of Mark chapter 4 verse 38, the last portion. Jesus himself was in the stern, asleep on the cushion, and they woke him and said to him, Teacher, do you not care that we are perishing? മലയാളത്തിൽ ആ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. മനെ ആ ഏറ്റവും ഒടുവിലത്തെ ടീച്ചർ മതി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മളിങ്ങനെ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ചോദ്യം കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ലയോ? ഇന്ന് ചോദിച്ചവരോട് ഇരിപ്പുണ്ട്. ഇന്ന് ഈ ആലയത്തിൽ വന്നതിന് ശേഷം ചോദിച്ചവരോട് ഇരിപ്പുണ്ട്. അപ്പോൾ എത്രത്തോളം ഞാൻ ഈ വേദന സഹിക്കും, എത്രത്തോളം ഞാൻ ഈ ഭാരം എൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകും. എന്നെ അലട്ടുന്ന രോഗബന്ധനം എൻ്റെ അപ്പനറിയാം. അങ്ങയ്ക്ക് എന്നെ സൗഖ്യമാക്കുവാൻ വിചാരമില്ലയോ? എൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തുവാൻ അങ്ങയ്ക്ക് എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഞാൻ എത്ര നാൾ നിന്റെ സന്നിധിയിൽ കരയുന്നു, നിലവിളിക്കുന്നു, എന്താ അപ്പാ എനിക്കൊരു മറുപടി ഇല്ലാത്തത്? ഇതെല്ലാം ഈ ചോദ്യത്തിന് സമമാ. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ? എന്താ നമ്മുടെ മറുപടി? വിചാരമില്ലാത്തൊരപ്പനാണോ? വിചാരമില്ലാത്തൊരപ്പനാണോ? സ്തോത്രം. മരുഭൂമിയുടെ ഏകാന്തതയിൽ ഹാഗാറിനോടൊന്ന് ചോദിച്ചാൽ ഹാഗാറിന് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. അപ്പാ, എൻ്റേതല്ലാത്ത കുറ്റത്തിന് ഞാൻ എന്നീ മരുഭൂമിയിൽ ഒരമ്പിൻപാട് അകലെ എൻ്റെ കുഞ്ഞിൻ്റെ മരണം കാത്തുകൊണ്ട് ഞാനിവിടെ കിടക്കുകയാ. ഞാൻ നശിച്ചു പോകുന്നതിൽ, എൻ്റെ തലമുറ ഈ മരുഭൂമിയിൽ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ?
സ്തോത്രം. ദാവീദിന് ചോദിക്കുവാൻ കഴിയുന്നൊരു ചോദ്യമുണ്ട്. കാട്ടിൽ പ്രൈസ് ദി ലോർഡ് സ്തോത്രം ആടുകളോട് ഒരുമിച്ച് ഞാൻ സന്തോഷത്തോട്, ആനന്ദത്തോട്, നൃത്തത്തോട് അങ്ങേ ആരാധിച്ചിരുന്ന സമയത്തല്ലേ അങ്ങ് ആരെയോ അയച്ച് എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ തലയിൽ ഈ അഭിഷേക തൈലം ഒഴിച്ചിട്ട് കഴിഞ്ഞ 14 വർഷം ഒരു വേട്ടനായെ പോലെയല്ലേ ശൗൽ എന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ നശിച്ചു പോകുന്നത് കാണുന്നതിൽ അങ്ങയ്ക്ക് വേദനയില്ലേ? സ്തോത്രം. നമ്മളിത് ഒത്തിരി പ്രാവശ്യം ചോദിച്ചു. ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ പ്രതിസന്ധിക്ക് നിങ്ങൾ ആരും ചോദിച്ചില്ലെങ്കിലും ഞാൻ ഒത്തിരി പ്രാവശ്യം ചോദിച്ചു. വർഷങ്ങളോളം ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു. അപ്പന് യാതൊരു വിചാരവുമില്ലേ? ഇന്ന് പകലിൽ അതിൻ്റെ മറുപടി നാം ഏറ്റെടുത്തുകൊണ്ട് പോകണം. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അന്ന് സന്ധ്യയായപ്പോൾ, അതിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. ആ വേദഭാഗം നമ്മൾ ശാന്തമായി വായിക്കണം കേട്ടോ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിന് ചില സന്ധ്യയെങ്കിൽ കർത്താവ് നമ്മളെ വിളിച്ച് ഇറക്കുന്ന ചില സമയങ്ങളുണ്ട്. ജീവിതത്തിന് ചില സന്ധ്യകൾ, ഇരുട്ടിങ്ങനെ ഇതുവരെ പ്രകാശത്തിലിരുന്നതാ, ഇതുവരെ പ്രകാശത്തിലാണ് നടന്നത്. ഓൾ ഓഫ് എ സഡൻ ആ പ്രകാശം മങ്ങി. ഒരു ഇരുട്ടിലേക്ക് കാലെടുത്ത് വെക്കുകയാണോ എന്ന ഒരു തോന്നൽ. പക്ഷെ അപ്പനാ പറഞ്ഞത് നാം പുറപ്പെടണം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ പറഞ്ഞു. ഇന്ന് പകലിൽ അപ്പൻ്റെ വിളി കേട്ടാണോ നമ്മൾ ഇറങ്ങിത്തിരിച്ചത്? സ്തോത്രം. ഈ ചോദ്യം നമ്മൾ ഇന്ന് പകലിൽ, നമ്മൾ സാധാരണ എന്നും വന്നു ആരാധിച്ചു പോകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുൻപിലുള്ള സമയങ്ങൾ, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ചില ചോദ്യങ്ങളുടെ മറുപടികൾ ഈ ദിനങ്ങളിൽ നാം പ്രാപിക്കണം. ചോദ്യം ഒന്ന്, കർത്താവ് തന്നെയാണോ നമ്മളെ വിളിച്ചിറക്കിയത്? അവൻ്റെ ശബ്ദം കേട്ടിട്ടാണോ നാം പുറപ്പെട്ടത്? സ്തോത്രം. ആ ചോദ്യം അങ്ങനെ നിൽക്കട്ടെ. അവൻ അവരോട് പറഞ്ഞു, അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. സ്തോത്രം. കർത്താവ് ഒന്ന് കയറാനിരിക്കുമായിരുന്നു. ശിഷ്യന്മാർ ഈ തിരക്കിൽ നിന്നൊന്ന് മാറാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ശിഷ്യന്മാർ. കർത്താവ് ഒപ്പിച്ചൻ ആ പടകിൽ കയറി ഇരുന്ന ആ മാത്രയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സ്തോത്രം. നമുക്ക് ഈ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കയറിയാൽ മതി, മണിയടിക്കുകയൊന്നും വേണ്ട. അതിനു മുൻപ് നമ്മൾ യാത്ര പുറപ്പെടും. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ആത്മീയ അർത്ഥം മാത്രം. കാരണം ഈ വേദഭാഗം ഞാൻ വായിച്ചപ്പോൾ എത്ര പ്രാവശ്യം പ്രൈസ് ദി ലോർഡ്, കർത്താവ് കയറി 2 കാലും അകത്ത് വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എത്ര സ്പീഡിൽ പോയിട്ടുള്ളവരാണെന്നറിയാമോ? അവസാനം വഴിയും തെറ്റി. സ്തോത്രം. ഹല്ലേലൂയ. കണ്ട മതിലെ മുഴുവൻ പോയി ഇടിച്ചിട്ട് നിലവിളിച്ചിട്ടുള്ളവരാ നമ്മളെല്ലാവരും. ഒരുപക്ഷെ പലരും പറഞ്ഞേക്കാം, സഹോദരൻ നീ ഇടിച്ചു, പക്ഷേ ഞാൻ ഇടിച്ചില്ല. ആ സഹോദരൻ ഇടിച്ചതിനേക്കാൾ 100 പ്രാവശ്യം ഇടിച്ച കക്ഷിയായി പറയുന്നേ. ഇന്ന് പകലിൽ അപ്പൻ നിന്റെ അമരത്ത് കയറി ഇരുന്നിട്ട് അവന്റെ ശബ്ദം കേട്ടിട്ടാണോ നീ യാത്ര പുറപ്പെട്ടതെന്ന് ഉറപ്പ് ഇന്ന് പകൽ നാം വരുത്തണം. ഇരുന്ന പാട് അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് ഈ പടകിൽ കയറി മുൻപോട്ട് പോകുമ്പോൾ കൊച്ചു പടക്, ഒത്തിരി പടകുകൾ അവിടെ ഉണ്ട്. അവരെല്ലാവരും ഈ പടകിനെ അനുഗമിച്ചു. നമ്മുടെ ചുറ്റുപാടും ചെറുപടകുകളിൽ ആയിരിക്കുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് മുൻപിൽ നേതൃത്വമായി ദൈവം നമ്മളെ മുൻപോട്ട് അയക്കുകയാ. എന്നെ ഈ വേദഭാഗം വല്ലാതെ ചിന്തിപ്പിച്ചു. കുഞ്ഞെ, നിന്നെ ചില സ്ഥാനത്താക്കി അപ്പൻ നിന്റെ ഹല്ലേലൂയ പടകിന്റെ അമരക്കാരനായിരിക്കുമ്പോ അമരത്ത് കർത്താവില്ലാത്ത ചില ചെറുപടകുകൾ നിന്റെ ചുറ്റുമുണ്ടെന്ന് നീ മറന്നു പോകരുത്. സ്തോത്രം. മറന്നു പോകരുത്. ചില ചെറുപടകുകൾ നിന്റെ ചുറ്റുമുണ്ട്. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിരതള്ളു കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയാണ്. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ
സത്യം പറഞ്ഞ ഉള്ളിൻ്റെ ഉള്ളിൽ ചൊന്തു, ചുഴലിക്കാറ്റിൽ പോലും ഉറങ്ങുവാൻ കഴിയുന്ന ഒരു കർത്താവ്. സ്തോത്രം. ചുഴലിക്കാറ്റിൽ പോലും ഉറങ്ങുവാൻ കഴിയുന്ന ഒരു കർത്താവ്. എൻ്റെ അപ്പച്ചൻ ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ എന്നുള്ളത് വിഷയമല്ല. ആസ് ലോങ് ആസ് ഹി ഈസ് വിത്ത് യു. എൻ്റെ അപ്പൻ ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ എന്ന് നീ നോക്കേണ്ട ആവശ്യമില്ല. നിന്നോട് പറഞ്ഞത് കർത്താവാണെങ്കിൽ, അവൻ നിന്റെ പടകിലുണ്ടെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ, പകല ഉറപ്പ് നമുക്കുണ്ടോ? ഈ ചോദ്യം എന്നോടാ. അപ്പൊ അപ്പൻ എൻ്റെ പടകിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴുണ്ടോ? ഇപ്പോഴുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ പ്രവൃത്തി നോക്കിയാൽ അറിയാം. ഒത്തിരി ഒന്നും ഇന്ന് പ്രസംഗിക്കത്തില്ല. വളരെ ലളിതമായ രീതിയിൽ കർത്താവ് തന്ന ചില വേദഭാഗങ്ങൾ മാത്രം ഇനി വായിക്കാൻ പോകുക, എന്നിട്ട് നിർത്തും. പ്രൈസ് ദി ലോർഡ്. നേരത്തെ വിടാം. സ്തോത്രം. ഇന്ന് പകലിൽ നാം ഇവിടുന്ന് പോകുമ്പോൾ ഓർക്കുക, ഒന്ന്, എൻ്റെ അപ്പൻ പറഞ്ഞിട്ടാണോ ഞാൻ യാത്ര പുറപ്പെട്ടത്? അതോ ഉണ്ണുണ്ണി സാർ പറഞ്ഞ് വിളി കേട്ടാണോ ഞാൻ ഇറങ്ങി തിരിച്ചേ? ഉണ്ണുണ്ണി സാർ എന്ന് പറഞ്ഞ IPCയുടെ സ്ഥാപകൻ. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പച്ചൻ വിളിച്ചിട്ട് കുറേ പേർ ഇറങ്ങി, അവർ വിളിച്ച് കുറേ പേർ ഇറങ്ങി, അവർ വിളിച്ച് കുറേ പേർ ഇറങ്ങി. ഇപ്പം ആരാ വിളിക്കുന്നെന്നും ആരുടെ പുറകെ പോകുന്നെന്നും ആർക്കും അറിയത്തില്ല. ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു ഗതികേടിൽ ദൈവമക്കളാകരുത്. നീ കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് തന്നെ വേണം ഇറങ്ങുവാൻ. അപ്പൻ്റെ ശബ്ദം കേട്ടിട്ട് തന്നെ വേണം കാൽച്ചുവടുകൾ വയ്ക്കുവാൻ. സ്തോത്രം. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ, ഒരു ടേണിംഗ് പോയിന്റിൽ നീ നിൽക്കുകയാണെങ്കിൽ, അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുൻപ് അപ്പൻ്റെ ശബ്ദം നീ കേട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ അമരത്തിരിക്കുന്ന അപ്പൻ ചുഴലിക്കാറ്റിന്റെ നടുവിൽ ഉറങ്ങുകയാ. നമ്മുടെ ചോദ്യം, അപ്പൊ അപ്പൻ എങ്ങനെ തോന്നുന്നു ഇങ്ങനെ ഉറങ്ങാൻ? ഞാൻ ഇത്രയും കടന്ന് ശ്രമിക്കുക, ഇതിനെ എങ്ങനെങ്കിലും നേർപാതയിലൊന്ന് കൊണ്ടുവരാൻ ആടി ഉലയുന്ന ഈ ഹല്ലേലൂയ നൗകയിൽ ശിഷ്യന്മാർ കടന്ന് ബലം പിടിക്കുകയാ. അപ്പൻ ഇതാ ഉറങ്ങുകയാ. ഇത് കണ്ട ആരാ ചോദിക്കാത്ത ഈ ചോദ്യം? ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ചോദിക്കാതിരിക്കുവോ? നമ്മളാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട, കാറ്റും വേണ്ട, കോളും വേണ്ട, ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ മതി, നമ്മൾ എഴുന്നേറ്റ് പിന്നെ അങ്ങ് ചോദ്യം ചോദിയില്ല. സ്തോത്രം. ചോദിക്കാതിരിക്കുവോ? ചോദിക്കും. പക്ഷെ ഇന്ന് പകൽ ഒരു കാര്യം ഓർത്തോ, നിന്നെ വിളിച്ചിറക്കിയത് അപ്പനാണെങ്കിൽ, അപ്പൻ്റെ കൂടെ അന്ന് യാത്ര ചെയ്യുന്നെങ്കിൽ, ഓളങ്ങൾ അടിക്കും, തിരമാലകൾ അടിക്കും, പെരുങ്കാറ്റുകൾ ശക്തിയോടെ വരും, പക്ഷെ നിന്റെ വഞ്ചി തകരത്തില്ല. നിന്റെ വഞ്ചി തകരത്തില്ല കുഞ്ഞെ. ഇന്ന് പകൽ ആത്യുച്ച നാദത്തോടെ പറയുവാൻ കഴിയുമോ? എൻ്റെ നൗക തകരത്തില്ല. കാരണം എന്നെ വിളിച്ചിറക്കിയത് എൻ്റെ അപ്പനാ. എൻ്റെ അപ്പൻ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത്. ആ ബോധ്യം എനിക്കുണ്ട്. ഈ വഞ്ചി തകരത്തില്ല. എത്തിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ അപ്പൻ എന്നെ കൊണ്ട് എത്തിക്കും. സ്തോത്രം. അവൻ എഴുന്നേറ്റു. ചുഴലിക്കാറ്റ് അടിച്ച് വഞ്ചി തലകുത്തനെ മറിഞ്ഞപ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാത്ത ആള് ഇവരുടെ ചോദ്യത്തിന് മുൻപിൽ എഴുന്നേറ്റു. ഒരു വല്ലാത്ത ചോദ്യമായിരുന്നല്ലേ? ഇന്ന് പകൽ ആ രീതിയിൽ ഒന്ന് ചോദിക്കാമോ? പ്രൈസ് ദി ലോർഡ്. കുരുടൻ ഒന്ന് നിലവിളിച്ചു, പക്ഷെ കർത്താവ് മുൻപോട്ട് പോയി. അടുത്തൊരു വാക്കുണ്ട്, അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു, കർത്താവ് നിന്നു. ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ തീവ്രതയെക്കാളും വലിയ ശബ്ദം നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പൻ്റെ സന്നിധിയിൽ ചെന്നാൽ
എൻ്റെ അപ്പൻ എഴുന്നേൽക്കും, അവൻ്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, കുഞ്ഞെ നീ പ്രാർത്ഥിക്കുന്നുണ്ടോ, നീ നിലവിളിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിന്റെ വിഷയത്തിന് മറുപടിയില്ല. ആരും എൻ്റെ ശബ്ദം കേൾക്കുന്നില്ലയോ, ആരും എനിക്കൊരു മറുപടി തരത്തില്ലയോ എന്ന ചോദ്യവുമായിട്ട് നീ ഇന്ന് പകലിലായിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ഉറക്ക നിലവിളിക്ക, എൻ്റെ കർത്താവ് എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് പകൽ ഞാൻ ഈ വചനം ഓർപ്പിക്കുന്നത്. നീ ഉറക്ക നിലവിളിക്കാം, ഉറക്ക നിലവിളിക്കാം. എഴുന്നേറ്റിട്ട് സഹോദരൻ, നിന്നോടല്ല മറുപടി ആദ്യം. ആ മറുപടി കണ്ടോ? അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. ആ വേദഭാഗം വായിച്ചോ? സ്തോത്രം. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു. കാറ്റിനോട് ചോദിച്ചു, ഞാനാ എൻ്റെ കുഞ്ഞുങ്ങളുമായി യാത്ര തിരിച്ചിരിക്കുന്നേ, ഞാൻ പറഞ്ഞിട്ടാ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ യാത്ര തിരിച്ചത്, അവരുടെ യാത്ര മുടക്കുവാൻ നിനക്കെന്ത് അവകാശം? ഇന്ന് പകൽ നാം പോലും അറിയാതെ നമ്മുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുന്ന ചില കാറ്റുകളെ നോക്കി അപ്പൻ ശാസന കൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഭാവി ജീവിതത്തിനെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ സമാധാനത്തിനെതിരെ, നിന്റെ സന്തോഷത്തിനെതിരെ, നിന്റെ ഭൗമിക നന്മകൾക്കെതിരെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശത്രു ഉയർത്തി ചില കൊടുങ്കാറ്റുകളെ, ശത്രു ഉയർത്തി ചില പെരുങ്കാറ്റുകളെ എൻ്റെ അപ്പൻ നോക്കി പ്രൈസ് ദി ലോർഡ്, ആ കാറ്റുകൾക്കും നിനക്കും മധ്യേ എൻ്റെ അപ്പൻ ഇറങ്ങിയിട്ട് അതിനെ ശാസിച്ചു കൊണ്ടിരിക്കുകയാ. അത് തിരിച്ചറിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ അത് തിരിച്ചറിയണം. എപ്പോഴാ തിരിച്ചറിയുന്നേ? ശാന്തത വരുമ്പോൾ. പക്ഷെ ശാന്തത വന്നു കഴിയുമ്പോൾ ഈ ശാസിച്ചതും തടസ്സമായി നിന്നതൊന്നും നമ്മൾ കണ്ടോ? സ്തോത്രം. ഇതില്ലാത്തത് കൊണ്ടാ ശാന്തത വന്നത്, അതെൻ്റെ കഴിവ് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം നാം കൊടുക്കാതിരിക്കുമ്പോൾ കൊടുങ്കാറ്റ് വീണ്ടും വരും. കർത്താവിന് കൊടുക്കേണ്ട മഹത്വം നാം കൊടുക്കാതിരിക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു നന്മയ്ക്ക്, ഒരു വിടുതലിന് നാം തക്ക മഹത്വം കൊടുക്കാതിരിക്കുമ്പോൾ ഈശാന മൂലൻ ഒന്നിന് പുറകെ ഒന്നായിട്ട് ആഞ്ഞടിക്കും. സ്തോത്രം. നിന്റെ അമരത്ത് കർത്താവ് ഉണ്ടെന്നുള്ളത് സത്യം. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞിട്ടാ നീ ഇറങ്ങിയതുള്ളതും സത്യം. പക്ഷെ ഇന്ന് പകലിൽ സ്തോത്രം, അവന് കൊടുക്കേണ്ട മഹത്വം നാം കൊടുക്കാതിരിക്കുമ്പോൾ, സ്തോത്രം. ഇനി അടുത്ത വാക്യമാണ്, ഗുരു പ്രൈസ് ദി ലോർഡ്, അല്ല ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക് ഇവിടെ പറയുന്നു, അവരോട് നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു. എന്താ ഇങ്ങനെ കർത്താവ് പറയാൻ കാരണം? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവമക്കളെ, 4-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ, അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത നാൾ മുതൽ ഇന്നുവരെ കർത്താവിനോട് കൂടെ ചേർന്ന് അവൻ്റെ വായിൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ വചനം കേട്ട് അനുഭവിച്ച ശിഷ്യന്മാർ. നമുക്ക് ദൈവത്തിൻ്റെ അഭിഷക്തന്മാരിലൂടെ നാം ദൈവസന്നിധിയിലിരുന്ന് വായിച്ച് ലഭിക്കുന്ന അറിവും ജ്ഞാനവുമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ വായ്വഴിയാൽ കൊടുത്ത വചനം നേരിട്ട് കേട്ട് അനുഭവിച്ച് കണ്ട ശിഷ്യന്മാർ അവിശ്വസ്തരായി തീർന്നു. ആ വചനത്തെ വിശ്വസിക്കുവാൻ അവൻ ആരെന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കാതെ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ചോദിക്കുക, ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. അവർ തന്നെ ഡിക്ലെയർ ചെയ്തു, ഞങ്ങൾ നശിച്ചു പോകാൻ പോകുക. ചില ട്രാൻസ്ലേഷനിൽ പറയുക, വി ആർ അബൌട്ട് ടു ഡൈ, ഞങ്ങൾ മരിക്കാൻ പോകുക. നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു വിചാരമില്ലേ? ഇന്ന് പകലിൽ നാം തന്നെ ചിലതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തു. ഒത്തിരി ഒന്നും പ്രസംഗിക്കുന്നില്ല. ചില കാര്യങ്ങളിൽ ഇന്ന് പകലിൽ ഒരു ബോധ്യം നമുക്ക് വരണം. എനിക്ക് ഇതിന് കഴിയത്തില്ല. നമ്മൾ പറഞ്ഞല്ലേ,
എനിക്കിത് ചെയ്യാൻ കഴിയത്തില്ല, എനിക്കിതിനുള്ള യോഗ്യതയില്ല, ഞാൻ പലതും ശ്രമിച്ചു, പലതും പരാജയപ്പെട്ടു, ഇനിയും ഇത് ചെയ്യാൻ ഒക്കുമോ എന്ന ഭയം നിന്നെ ഗ്രസിച്ചിരിക്കുമ്പോൾ ഇന്ന് പകലിൽ ഒരു ടേൺ ബാക്ക് അല്ലെങ്കിൽ ഒരു മടങ്ങി വരവിൽ കഴിയുമോ? എൻ്റെ അപ്പൻ എന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ബലത്തിലോ എൻ്റെ ശക്തിയിലോ അല്ല ഞാൻ ഇതുവരെ കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവൻ്റെ വചനത്തിലും എൻ്റെ കർത്താവിലും വിശ്വസിക്കുന്നു. എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. as long as he is with me. എന്നെ വിളിച്ചിറക്കിയത് എൻ്റെ അപ്പനാണെങ്കിൽ അക്കരയ്ക്ക് പോകാനാണ് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞതെങ്കിൽ അക്കരെ എൻ്റെ അപ്പൻ എന്നെ കൊണ്ടെത്തിക്കും. ഈ കടലിന്റെ നടുവിൽ എന്നെ ഇല്ലായ്മ ചെയ്യുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഇതെങ്ങനാ ഈ ഒരു കൃപ അല്ലെങ്കിൽ ഈ ഒരു ധൈര്യം, ഈ ഒരു ബലം നമുക്ക് ലഭിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് സങ്കീർത്തനത്തിൽ വായിച്ചു, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ്റെ ആലയത്തിൽ എനിക്ക് വസിക്കണം. അവൻ്റെ മനോഹരത്വം കാണുവാൻ ഇവിടെ സ്വർണ്ണക്കുരിശും കുരിശിന്മേൽ തൂങ്ങിയ കർത്താവിൻ്റെ പ്രതിമയൊന്നും ഇരിപ്പില്ല. ആ മനോഹര ശോഭ കണ്ട് ഇരിക്കാൻ. പക്ഷെ ഒരു ദൈവ പൈതലിനെ ഇന്ന് കാണുവാൻ കഴിയുന്ന ഒന്നുണ്ടോ? തേജോമയനായ കർത്താവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ്റെ നിലവിളിക്കുന്ന മുറിയിൽ, പ്രൈസ് ദി ലോർഡ്, അവൻ യാത്ര ചെയ്യുന്ന മേഖലകളിൽ അവനോട് കൂടെ യാത്ര ചെയ്യുന്ന ഒരു നല്ല അപ്പനെ, പ്രൈസ് ദി ലോർഡ്, അവന് ദർശിക്കുവാൻ കഴിയും. ആ മുഖശോഭ കണ്ടുകൊണ്ട് അവനെ ആരാധിക്കുവാൻ കഴിയും. അവന് പറയുവാൻ കഴിയും, അവൻ്റെ മനോഹരത്വം കണ്ടുകൊണ്ട് തന്നെ ഞാൻ യാത്ര ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ആലയത്തിൽ തന്നെ ഞാൻ വസിക്കുന്നത്. ഈ അവസ്ഥ നമ്മളിൽ ഇല്ലാതെ പോകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ചില വാക്യങ്ങൾ വളരെ വേഗത്തിൽ വായിക്കാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. 103 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം. 103 13 വാക്യം വളരെ വേഗത്തിൽ വായിച്ചു തരണേ കേട്ടോ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. ചോദ്യം മറക്കല്ല, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്കൊരു വിചാരമില്ലയോ? എങ്ങനെ വിചാരപ്പെടുന്നറിയാമോ? ഒരപ്പൻ തൻ്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ കരുണ തോന്നുന്നൊരപ്പനാ. ഇന്ന് ആ ചോദ്യത്തിന് മറുപടി പ്രാപിച്ചിട്ടേ പോകാവൂ. എൻ്റെ കൂടെയുള്ള എൻ്റെ കർത്താവ് ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എന്നോട് കരുണ തോന്നുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് ആ കർത്താവിനെ ഒന്ന് മാറോട് ചേർത്ത് വെച്ചിട്ട് പറയാം, അപ്പാ നീ എൻ്റെ അപ്പനായി, പ്രൈസ് ദി ലോർഡ്, എൻ്റെ നിത്യപിതാവായി എൻ്റെ കൂടെ നന്ദി. 1 പത്രോസിൻ്റെ ലേഖനം, പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. 1 പത്രോസ് 5:7. മറ്റൊരാൾക്ക് ഡ്യൂട്രോണമി ചാപ്റ്റർ 31 വേഴ്സ് 8, ആവർത്തന പുസ്തകം 31:8 മറ്റൊരാൾക്ക് വായിക്കാം. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. അവൻ്റെ മേലിട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നൊരു ദൈവ പൈതലിന് ഈ ചോദ്യം ചോദിക്കുവാൻ അവസരം ലഭിക്കത്തില്ല. ഒരു പിതാവിന് തുല്യം നമ്മളെ സ്നേഹിക്കുന്ന, ഒരു മാതാവിന് തുല്യം നമ്മളെ സ്നേഹിക്കുന്ന, മാറോട് ചേർത്ത് വെച്ച് നടത്തുന്ന കർത്താവ് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ, ഞാൻ നിങ്ങളെ കരുതിയത് കൊണ്ടാ പറഞ്ഞത് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ അവൻ്റെ കൂടെ ചേർത്ത് നടത്തി ചിലത് പഠിപ്പിച്ചിട്ട് വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ചെയ്തതിനേക്കാൾ അധികം ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിനു വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ ഗ്രൗണ്ടിൽ നമ്മളെ മുൻപോട്ട് നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ വളരെ വേഗത്തിൽ ഒത്തിരി വേദഭാഗങ്ങൾ എൻ്റെ മുൻപിൽ കർത്താവ് തന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ ഞാൻ ആ വേദഭാഗങ്ങളൊന്നും അധികം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഈ കർത്താവിനെ, ഈ ദൈവശക്തി, ഈ പിതാവിൻ്റെ സ്നേഹം, ഈ കരുതൽ നാം അനുഭവിക്കണമെങ്കിൽ, സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഇഫ് യു അബൈഡ് ഇൻ മീ, നീ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അടിവരയിട്ട് ഇന്ന് പകലിൽ ഈ
ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണെങ്കിൽ അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. നമ്മൾ അവനിലാണ് വസിക്കുന്നത്. അവൻ്റെ വചനം നമ്മളിൽ വസിക്കുന്നുണ്ടോ? ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തികളും കണ്ടാൽ മതി. നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ വാക്കുകൾ, ഇതൊക്കെ കാണുമ്പോൾ അറിഞ്ഞോണം വചനം അകത്തുണ്ടോ ഇല്ലയോ എന്ന്. ഒരു ഫലം, അത് സ്വാദുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് അത് ഭക്ഷിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. കണ്ടാൽ നല്ലപോലിരിക്കും. ചില മാങ്ങയൊക്കെ പുറമേ കണ്ടു കഴിഞ്ഞാൽ ചുമന്നിരിക്കുക, പക്ഷേ വായി വെച്ച് കഴിഞ്ഞാൽ പുളി കൊണ്ട് ഇറക്കാനൊക്കത്തില്ല. ഇതുപോലെ നമ്മൾ പുറമേ കണ്ടു കഴിഞ്ഞാൽ പെർഫെക്റ്റാ, പക്ഷെ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ അറിയാം പുളിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകലിൽ വചനം പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. എബൈഡ് ഇൻ മീ. 1 യോഹന്നാൻ 2:5. 1 യോഹന്നാൻ 2:5. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. എങ്ങനെ അറിയാം? എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തികഞ്ഞിരിപ്പുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹം തിങ്ങി നിറഞ്ഞിരിക്കുന്ന പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ വാക്കുകളിൽ ദൈവസ്നേഹം ഉണ്ടോ? നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ തണുപ്പിക്കുന്നതാണോ? മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതാണോ? അതോ അവരെ വേദനിപ്പിക്കുന്നതാണോ? സ്തോത്രം. കൊടുങ്കാറ്റും പെരുങ്കാറ്റും ജീവിതപ്പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ഈ ചോദ്യം ആദ്യം നമ്മളോട് ചോദിക്കണം. ഞാൻ ക്രിസ്തുവിലാണോ സഞ്ചരിക്കുന്നത്? ക്രിസ്തു എന്നിലുണ്ടോ? അവൻ്റെ വചനം എന്നിലുണ്ടോ? അവൻ്റെ വചനം പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിലാണോ ഞാൻ നടക്കുന്നത്? ഇല്ലെങ്കിൽ കാറ്റ് ഒന്ന് ശാന്തമാകും, അടുത്തത് അടിച്ചുയരും. ദൈവമക്കളെ, ഞാൻ ഈ വചനം പരിശുദ്ധാത്മാവ് എന്നോട് ഓർപ്പിച്ചപ്പോൾ ഇത് എന്നോടുള്ള ചോദ്യങ്ങളാണ്, എന്നോടുള്ള ആലോചനയാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ്. പക്ഷേ ദൈവജനത്തിന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നെ കമ്പൽ ചെയ്തുകൊണ്ടോ ഞാനിത് ഓർപ്പിക്കുന്നു. ഇന്ന് പകലിൽ നമ്മളിലൊരു സ്വയശോധന, നമ്മൾ മറ്റുള്ളവരെ നോക്കുന്നവിടെ നിർത്തിയിട്ട് എന്നിൽ ഒരു സ്വയശോധന. ഇന്ന് നീ ഹല്ലേലൂയ ഞാൻ അനുഭവിക്കുന്ന ഈ കൊടുങ്കാറ്റിൻ്റെയും പെരുങ്കാറ്റിൻ്റെയും വേദനയുടെയും നിന്ദകളുടെയും കാരണം എന്നിൽ ഈ വചനം, ഞാൻ ക്രിസ്തുവിൽ ആണോ അല്ലയോ എന്ന് നാം പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 27-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 17 വേഴ്സ് 27. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ചു അവനെ അന്വേഷിക്കേണ്ടത് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവരെ അന്വേഷിക്കേണ്ടത് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. എൻ്റെ കർത്താവ് ഒരു പ്രത്യേക ക്ലാസ്സിന് വേണ്ടി വന്ന ആളല്ല. സ്തോത്രം. ഇന്ന് ആത്മീയ ഗോളത്തിൽ വന്ന ഏറ്റവും വലിയൊരു ക്രൂരത ഞാൻ പറയാം. ഒരു പ്രത്യേക ക്ലാസ്സിന് വേണ്ടി മാത്രം, അവരോട് മാത്രമേ കർത്താവ് സംസാരിക്കത്തുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണം. അവരോട് മാത്രമേ കർത്താവ് സംസാരിക്കത്തുള്ളൂ. നമ്മളും അവരെ ആ കാറ്റഗറി വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യും? അവരുടെ അടുക്കൽ പോയി ആലോചന ചോദിക്കും. സ്തോത്രം. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കും. ഞാൻ പ്രൈസ് ദി ലോർഡ് എൻ്റെ മെസ്സേജിൻ്റെ ഫൈനലിലോട്ട് പോവുക. അതിനു മുൻപ് ഇതൊന്ന് പറഞ്ഞു വെക്കാനാ. അവൻ
ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കും തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല താനും. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞു മുതൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രിയ രമ്യയുടെ കൊച്ചു കുഞ്ഞു മുതൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പ്രൈസ് ദി ലോർഡ് സ്തോത്രം അങ്കിള് വരെ, പ്രൈസ്, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ പ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ് സ്തോത്രം. എൻ്റെ കർത്താവ് ആർക്കും അകന്നിരിക്കുന്നില്ല. അവൻ്റെ സന്നിധിയിൽ ചെന്ന് നാം പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ആ വിരുമാറിലേക്ക് ഓടിച്ചെന്നിട്ട് നിലവിളിച്ച് കരയുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ എൻ്റെ കർത്താവ്, he will abide in you. You will be able to abide in him. Praise the Lord. അവൻ്റെ വചനത്താൽ, praise the Lord, അവൻ്റെ വചനത്താൽ നാം ക്രിസ്തുവിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അവൻ നമ്മിൽ വസിക്കുന്നു. There is no other way. ഇന്ന് പകലിൽ ക്രിസ്തു നിന്നിൽ വസിക്കണമെങ്കിൽ, നീ അവനിൽ വസിക്കണമെങ്കിൽ, അവൻ്റെ വചനത്താൽ മാത്രമേ അത് സാധ്യമായി തീരൂ. നമ്മൾ എത്ര വില കൊടുക്കുന്നുണ്ട് കർത്താവിൻ്റെ വചനത്തിന്? കർത്താവിൻ്റെ വചനത്തിന് നമ്മൾ എത്ര വില കൊടുക്കുന്നുണ്ട്? സ്തോത്രം. എങ്ങനെയാ കർത്താവ് നമ്മൾ വസിക്കേണ്ടത്? നാം കർത്താവിൽ വസിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. എന്താ ഈ വചനത്തിൻ്റെ ശക്തി? എന്താ ഈ വചനത്തിൻ്റെ ശക്തി? വചനത്തിൻ്റെ ശക്തി ഓർക്കുക. വചനത്താൽ അവൻ്റെ വായിലെ വാക്ക് കേട്ട് അനുസരിച്ചിറങ്ങിത്തിരിച്ച ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി. ഒന്ന്, എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. വചനത്തിൻ്റെ ശക്തി. ഇന്ന് അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള വചനം. മതി. ആ ഭാഗം ഒന്ന് നോക്കി. ജീവനുള്ള വചനമാ, ചത്ത വാക്കല്ലത്. സ്തോത്രം. ഒത്തിരി ബുക്സ് നമ്മുടെ ഇരിപ്പുണ്ട്, പലതും ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. ആർക്കെങ്കിലും ഒരു 30 വർഷത്തിന് മുമ്പുള്ള ടെക്നോളജിയുടെ ബുക്ക് വല്ലതും വേണമെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി, വീട്ടിൽ ഇരിപ്പുണ്ട്. യാതൊരു പ്രയോജനവുമില്ല ഇപ്പം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അന്ന് ആ ബുക്ക് വായിച്ച് കിട്ടിയ അറിവ് ഇന്നും നിലനിൽക്കുന്നു. ഇന്ന് നമ്മളെല്ലാം ഓൺലൈനിലാണ്. ഓൺലൈനിലൊരു കുഴപ്പമുണ്ട്. വായിച്ച് ആവശ്യം കഴിയുമ്പം അത് പോവും. അതവിടെ കാണണമെന്നൊന്നുമില്ല. അതിൻ്റെ പുതിയ വേർഷൻ വരും. പക്ഷേ ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഈ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഈ ഭൂമിയിലുള്ള സകലതും ഒഴിഞ്ഞു പോയാലും, ഈ ഭൂമിയിൽ ലിഖിതമായ സകലതും ഒഴിഞ്ഞു പോയാലും, ഈ മാറ്റമില്ലാത്ത വചനത്തിന് യാതൊരു മാറ്റവും വരുത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം ഇത് ജീവനുള്ള വചനമാ. ഇതകത്ത് എന്ന് കഴിഞ്ഞാൽ ജീവനില്ലാത്തതിനെ ജീവനുള്ളതാക്കി മാറ്റും. അതുകൊണ്ട് വാഴ്ത്തപ്പെട്ട കർത്താവ് ചീഞ്ഞു നാറിയ ലാസറിനെ നോക്കി പറയുക, ലാസറേ പുറത്തു വാ. ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിന്റെ ജീർണതയറ്റ ചില മേഖലകളിൽ, ജീവനില്ലാത്ത ചില മേഖലകളിൽ ഈ വചനം കയറി പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ദൈവം അതിനെ ജീവനുള്ളതാക്കി മാറ്റുക. കുഞ്ഞെ, നിന്റെ വിഷയം എത്ര കാഠിന്യമുള്ളതായാലും നിന്നിൽ വചനം വസിക്കുന്നെങ്കിൽ, നിന്നെ വചനമാണ് നയിക്കുന്നതെങ്കിൽ, ആ വചനത്തെ നിന്റെ നാവിലെടുത്തിട്ട് നിന്റെ വിഷയത്തെ നോക്കി നിനക്ക് വിശ്വാസത്തോടുകൂടെ അതിനെ പ്രവചിക്കുവാൻ കഴിയുമെങ്കിൽ, ജീവനും ചൈതന്യമുള്ള ഈ വചനം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ നീ ചോദ്യം ചോദിക്കത്തില്ല. കാരണം നിന്റെ ചോദ്യത്തിന്റെ മറുപടി നിനക്ക് ലഭിക്കും. ഒരുപക്ഷെ കൊടുങ്കാറ്റിനാൽ, പെരുങ്കാറ്റിനാൽ, പ്രൈസ് ദി ലോർഡ്, ആടി ഉലയുന്ന അവസ്ഥയിലായിരിക്കാം. നിന്റെ മനസ്സിപ്പോഴെങ്കിലോ നിന്നിൽ വസിക്കുന്ന ഈ വചനത്തിന്റെ ശക്തി അത് ജീവനും ചൈതന്യമുള്ളതാ. ചേർത്ത് ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്തയുണ്ട്, എന്തിനാ ഈ അടുത്ത വാക്യം ഇതിനോട് ചേർത്ത് പറഞ്ഞത്? ഇത് ജീവനും ചൈതന്യമുള്ളതാ. പക്ഷെ ഇത് ഇരുവായ്ത്തലയുള്ള ഏതു വാളും. ഇരുവായ്ത്തലയുള്ള വാള്. എന്തിനാ ഇരുവായ്ത്തലയുള്ള വാള്? അങ്ങോട്ട് നീക്കിയാലും മുറിയും, ഇങ്ങോട്ട് നീക്കിയാലും മുറിയും. ഇന്ന് പകലിൽ ഈ വചനം അതിൻ്റെതായ നിലയിൽ വെളിപ്പെടണമെങ്കിൽ,
ജീവനും ചൈതന്യമുള്ളതായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ഈ ഇരുവായ്ത്തലയുള്ള വാളിനാൽ, ഈ വചനത്താൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മുറിക്കപ്പെടണമെങ്കിൽ, എന്തെങ്കിലും വെട്ടി മാറ്റപ്പെടണമെങ്കിൽ, അത് മാറ്റപ്പെടുവാൻ ഇന്ന് പകൽക്കാലം നമുക്കപ്പനോട് കരയാം, നിലവിളിക്കാം. ആ മാറിലേക്ക് വീണിട്ട് പറ, അങ്ങയുടെ വചനത്താൽ എൻ്റെ ജീവിതത്തിൻ്റെ ഈ സ്വഭാവം ഒന്ന് മാറണം. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ എൻ്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ഈ സ്വഭാവം, ഈ ഹാബിറ്റ്, ഈ പ്രയോറിറ്റി മാറുവാൻ. ദൈവമക്കളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആരാധനയ്ക്ക് വരുവാൻ നമുക്ക് സമയമില്ല. പക്ഷെ പിക്നിക്കാണെങ്കിൽ നമ്മൾ പോവില്ലയോ? പ്രൈസ് ദി ലോർഡ്. വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ ഇന്ന് പകൽക്കാലം പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെലുത്ത പെനിട്രേറ്റിംഗ് പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. പകലെ നിന്റെ വിഷയത്തെ നോക്കി എല്ലാവരും ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കണേ. കുഞ്ഞുങ്ങൾ അവിടെ എന്തും ചെയ്തോട്ടെ, ഒരു നിമിഷം ദ പെനിട്രേറ്റിംഗ് പവർ ഓഫ് ദ വേർഡ്. നിന്റെ വിഷയം എത്ര ആഴമുള്ളതായിക്കൊള്ളട്ടെ, മെഡിക്കൽ സയൻസ് മുഴുവൻ പറയട്ടെ ഇത് സാധ്യമല്ലെന്ന്, ഈ വചനം പറയുന്നു ഇത് ജീവനില്ലാത്തതിനെ ജീവനുള്ളതാക്കി മാറ്റും, ജീർണിച്ചതിനെ ഇത് ജീവനും ചൈതന്യമുള്ളതാക്കി മാറ്റുന്ന വചനമാ. ഇത് ക്രിയ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നീ ആ ചോദ്യം ചോദിക്കുമോ? സ്തോത്രം. രണ്ടാമത്തത് പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. മറ്റൊരാള് 33-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. 2 വാക്യം വളരെ വേഗത്തിൽ. ഉൽപ്പത്തി പുസ്തകം 1:3. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഉണ്ടായി. ആ വെളിച്ചം ഇതുവരെ മങ്ങിപ്പോയോ? ശ്രദ്ധിച്ചു കേൾക്കണേ. The word of God creates and it sustains. ദൈവം നിന്റെ ജീവിതത്തിൽ ഒന്ന് ചെയ്താൽ താൽക്കാലികമല്ല, it will sustain forever. അയ്യോ, ഈ വചനത്തിൻ്റെ ശക്തി അത്ര ശക്തിയാ ഈ വചനത്തിന്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത് ജീവനും ചൈതന്യമുള്ളതാ. 2, ഇറ്റ് ക്രിയേറ്റ്സ്, ഇത് ഉളവാക്കുന്നതും നിലനിൽക്കുന്നതുമാ. ഈ വചനമാണ് നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നേ. ജീവൻ വേണോ? ചൈതന്യം വേണോ? എന്തെങ്കിലും നിന്നിൽ ക്രിയേറ്റ് ചെയ്യണോ? അതിനെ നിലനിർത്തണോ? നിനക്ക് സമാധാനം വേണോ? നിലനിൽക്കുന്ന സമാധാനം വേണോ? നിലനിൽക്കുന്ന സന്തോഷം വേണോ? നിലനിൽക്കുന്ന ആരോഗ്യം വേണോ? വചനം അത് ആവോളം നമ്മൾ നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 3, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6:63. യോഹന്നാന്റെ സുവിശേഷം 6:63. മറ്റൊരാൾ 1 പത്രോസ് 1:23. യോഹന്നാൻ 6:63. ജീവിപ്പിക്കുന്നത് ആത്മാവ്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഈ വചനം ആത്മാവും ജീവനുമാകുന്നു. ജീവനില്ലാതെ സഞ്ചരിക്കാമോ? ജീവനില്ലാതെ സഞ്ചരിക്കാമോ? ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നെങ്കിലോ, നമ്മളിപ്പോൾ നടക്കുന്നെങ്കിലോ വചനമില്ലാതെ? ദർ വാസ് എ മൂവി, ഡെഡ് മാൻ വാക്കിംഗ് ഓർ സംതിങ്, റൈറ്റ്? അത് പറഞ്ഞുണ്ടല്ലോ, ചത്തതിനൊപ്പം ജീവിച്ചിരിക്കലും. ദൈവവൈദ്യലാണോ? ആണ്. ക്രിസ്ത്യാനിയാണോ? ആണ്. പക്ഷെ അകത്ത് വചനമുണ്ടോ? ഇല്ല. സാധ്യമാണോ? ആണ്. അകത്തില്ലെങ്കിലും കുറേ നാൾ നടക്കാം, അകത്തൊന്നുമില്ലെങ്കിലും നടക്കാം. പക്ഷെ കൊടുങ്കാറ്റും പെരുങ്കാറ്റും വരുമ്പോൾ നീ തിരിച്ചറിയത്തില്ല. പക്ഷേ അകത്ത് വചനമുള്ളവൻ, വചനത്തെ അടുത്തറിഞ്ഞവൻ, ജീവനും ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനം,
ഹല്ലേലൂയ, ഈ വചനം ക്രിയേറ്റ് ചെയ്യുകയും അത് നിലനിൽക്കുന്ന വചനമാണെങ്കിൽ ഇന്ന് പകലിൽ ആ വചനം പ്രൈസ് ദി ലോർഡ് ജീവൻ പകരുന്ന വചനമാ. പത്രോസിൻ ലേഖനത്തിൽ അത് വീണ്ടും ജനിപ്പിക്കുന്ന വചനമാ. ഇന്ന് പകൽ അറിഞ്ഞോണം കേട്ടോ, അത് വീണ്ടും ജനിപ്പിക്കുന്ന വചനമാ. ഒരുപക്ഷെങ്കിൽ വചനത്താൽ നീ ഉളവായ വ്യക്തിയായിരിക്കാം, വചനത്താൽ ജനിച്ച വ്യക്തിയായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു, ഈ വചനം നിന്നെ വീണ്ടും ജനിപ്പിക്കുന്ന വചനമാ. നാലാമത്തെ റോമലേഖനം 10:17. റോമലേഖനം 10:17. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. തിരിച്ചു വായിക്കാം. ക്രിസ്തുവിൻ്റെ വചനത്താൽ കേൾവി, ആ കേൾവിയാൽ വിശ്വാസം. ഞാൻ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസിയാ. പക്ഷേ ഈ വിശ്വാസം വരണമെങ്കിൽ വചനത്താലല്ലാതെ ഒരു വിശ്വാസവും ഇല്ല. വചനമില്ലാതെ ഒരു വിശ്വാസവും ഇല്ല. കർത്താവ് പറഞ്ഞിട്ടാ വഞ്ചിയെ കയറിയേ. വചനം വായിന്നല്ലേ വന്നേ ആന്നു. പക്ഷെ ഹാഫ് വേ ത്രൂ കേട്ടത് ശരിയാ, പക്ഷെ അത് ഉള്ളിൽ ഹൃദയത്തിനകത്തേക്ക് ഒന്ന് എൻഗ്രേവ് ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മുടെയും ജീവിതം ഇതിൽ നൊട്ടും വ്യത്യസ്തമല്ല. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ കേൾക്കുന്നതിനേക്കാൾ വേഗത്തിൽ അത് നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിൻ്റെ ഒറ്റ കാരണമാ ശത്രുവിൻ്റെ ഏക പദ്ധതി, ഈ വചനം നിന്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യുവാൻ അവൻ ഒരിക്കലും അനുവദിക്കത്തില്ല. സ്തോത്രം. എന്നാൽ അതിനെ മറികടക്കുവാനുള്ള ദൈവകൃപ ഈ ദിനങ്ങൾ നാം കർത്താവിൽ നിന്ന് പ്രാപിക്കണം. ഇവിടെ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ചാടി പിടിച്ചൊരു മെസ്സേജ് തരുവാനല്ല ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്നോട് ഓർപ്പിച്ചത്. ശാന്തമായി ഈ വചനം പ്രൈസ് ദി ലോർഡ് ഒന്നുകൂടെ ആവർത്തിക്കും. ഇതിലൊന്നും നിങ്ങൾക്ക് അറിയാത്തതില്ല. പക്ഷെ ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് റിമൈൻഡ് ചെയ്ത് വിടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിടുതൽ നൽകുന്ന, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം. ഞാൻ ഇനി പറഞ്ഞു പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനം, വിശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനം, നിത്യമായി ഒരിക്കലും മാറിപ്പോകാത്ത ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സർവായുധ വർഗമായി നൽകുന്ന ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പ്രകാശമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വചനം, നമ്മളെ നയിക്കുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മളെ എത്തിക്കുന്ന ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. സമയത്തിന്റെ പരിമിതി കൊണ്ടാ ഞാൻ വളരെ വേഗത്തിൽ ഇത് പറഞ്ഞു പോയതാ. ഒന്ന്, ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനം. ഇന്ന് പകൽക്കാലം നിർജീവമായ നിന്റെ ജീവിതത്തെ നോക്കി ഈ വചനത്തിൻ്റെ ശക്തിയാൽ പറയുവാൻ കഴിയട്ടെ, അപ്പ അങ്ങ് എന്നിൽ പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ചില നിർജീവ മേഖലകളെ നോക്കി ഞാൻ പ്രവചിക്കുകയാ. അത് ജീവനും ശക്തിയും ചൈതന്യമുള്ളതായി പുറത്തു വരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഉളവാക്കുന്നതും നിലനിർത്തുന്നതുമായ വചനം. ദൈവമക്കളെ, ദൈവം അവൻ്റെ വചനത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികം അല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ വചനത്താൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികമല്ല, അത് നിലനിൽക്കുന്നതാ. 3, ജീവൻ പകരുന്നു. ഇന്ന് ജീവൻ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ കരം വെച്ചിട്ട് പറ, ആ ജീവൻ എന്നിൽ ഈ വചനത്താൽ പകരണം. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ദൈവമക്കളെ, ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കർത്താവിനോട്, എന്തിനാ അപ്പച്ച പ്രാർത്ഥിക്കുന്നേ? എൻ്റെ സകല വിഷയങ്ങളും അപ്പനറിയാം. അത് ആ ക്രമത്തിൽ അങ്ങ് ചെയ്തു തന്ന പോരെയോ? പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഒരു നിമിഷം നാം ദൈവത്തിൻ്റെ വിഷയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടി നാം കാണുമ്പോൾ എന്താ നമ്മളിൽ ഉണ്ടാകുന്നറിയാമോ? നമ്മൾ കർത്താവിലുള്ള വിശ്വാസം 10 ഇരട്ടിയായി 100 ഇരട്ടിയായി വർദ്ധിക്കുക. നമ്മളിൽ വിശ്വാസം വർദ്ധിക്കുവാൻ, കർത്താവിനോടുള്ള സ്നേഹം കൂടുവാൻ നാം അവൻ്റെ സന്നിധി നിലവിളിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയാൽ നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നു. ഇതിനെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒന്ന്, വചനത്താലുള്ള ശുദ്ധീകരണം. വചനത്താലുള്ള ശുദ്ധീകരണം. ശുദ്ധീകരണം കൂടാതെ ആരും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലെത്തത്തില്ല. ശുദ്ധീകരണം കൂടാതെ അതെങ്ങനെ കഴിയും?
പ്രൈസ് ദി ലോർഡ്. വചനത്താൽ. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, ഈ വചനം നിത്യമായ വചനമാണ്. ഇത് മാറിപ്പോകുന്നതല്ല. ഒത്തിരി റെഫറൻസ് ഇവിടെ കിടപ്പുണ്ട്, സമയമില്ല. നിത്യമായ, ഒരിക്കലും മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ വചനം. ഇത് സർവായുധ വർഗമാണ്. ശത്രു നമുക്ക് നേരെ പ്രൈസിൽ ഒളിയമ്പുകൾ എയ്യുമ്പോൾ, അവൻ നേർക്ക് നേരെ വരുമ്പോൾ നമുക്ക് അവൻ്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയത്തില്ല. വചനത്തിൻ്റെ ശക്തിയാൽ അതിനെ എതിരിടുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിരസ്സ് മുതൽ പാദം വരെ അകത്തും പുറത്തും ഒരുപോലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്താൽ കവർ ചെയ്യപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് പറയുവാൻ കഴിയും. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അതൊന്നും നിന്നോട് അടുത്തു വരത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നീ വചനത്താൽ നടക്കുന്ന ദൈവ പൈതല. നിന്നെ നടത്തുന്നത് വചനമാ. നിന്നെ നിർത്തിയിരിക്കുന്ന ഈ വചനമാ. അടുത്തത്, പ്രകാശം. നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുന്ന നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാ. ഇരുട്ടിൽ തപ്പിത്തടയുന്ന അടുത്ത ചുവട് എങ്ങനെ വെക്കുമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലേ, വചനമെടുക്ക് കരങ്ങളിൽ. ആ വചനം ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പൊ ഈ വാഗ്ദത്ത വചനം നീ എനിക്ക് നൽകിയതാ. ഈ വചനത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. ഈ വചനം ഇങ്ങനെയാ എന്നോട് പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ വചനത്താൽ എൻ്റെ പാതയ്ക്ക് അത് പ്രകാശമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇത് ഒടുവിൽ കൊണ്ട് എത്തിക്കുന്ന എവിടെയാണെന്നറിയാമോ? അവൻ്റെ പദ്ധതി നമ്മൾ വെളിപ്പെടുത്തുവാൻ. എന്താ അവൻ്റെ പദ്ധതി? തൻ്റെ മണവാട്ടിയാം സഭയെ കാന്തൻ ചേർക്കുവാൻ വരുമ്പോൾ അവന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു കന്യക. ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഗോൾ. നമ്മുടെ നിത്യത. ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമുക്ക് എത്ര ഉന്നത പദവികളിൽ വേണേലും വിരാജിക്കാം. പക്ഷെ നിത്യത നഷ്ടപ്പെട്ടാൽ നമുക്കെന്തും നേടാം. എത്ര പദവികളും വെട്ടിപ്പിടിക്കാം. ചന്ദ്രനിലോ എവിടെങ്കിലും ഒക്കെ ഇപ്പോൾ മസ്കന് കാശ് കൊടുത്താൽ കൊണ്ടുപോകും. പക്ഷെ നിത്യതയിൽ കൊണ്ടുപോകുവാൻ ഒന്നിനെ കഴിയത്തുള്ളൂ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്താൽ. എൻ്റെ അപ്പൻ പറഞ്ഞു, അക്കരയ്ക്ക് പോകാം. ഇന്ന് പകൽ കർത്താവ് പറയുന്നു, നിന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകാനാ എൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ്. ഈ അക്കരയ്ക്കുള്ള യാത്രയിൽ പെരുങ്കാറ്റും കൊടുങ്കാറ്റും നിനക്ക് നേരെ ആഞ്ഞടിക്കും. അതിന് എല്ലാം ഞാൻ അമർച്ച ചെയ്തോളാം. ഞാനാണ് നിന്നെ വിളിച്ച് വേർതിരിച്ചതെങ്കിൽ, ഞാനാണ് നിന്നോട് അരുളി ചെയ്തതെങ്കിൽ, എൻ്റെ കൂടെ നീ യാത്ര ചെയ്യുന്നതെങ്കിൽ പെരുങ്കാറ്റും കൊടുങ്കാറ്റും വരുത്തില്ലെന്നല്ല, പെരുവെള്ളം നിനക്ക് മീതെ ഇരച്ചു വന്നാലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് നിന്നെ കവിയത്തില്ല. അതുകൊണ്ടാ യഹൂദബാലന്മാർ പറഞ്ഞത്, നെബൂഖദ്നേസറേ, നിന്റെ ചോദ്യത്തിന് ഒരു മറുപടി പോലും നീ അർഹിക്കുന്നില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ ഞങ്ങളെ വിടുവിക്കും. ഇല്ല, അവൻ ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും നിന്റെ ബിംബത്തിന്റെ മുൻപിൽ എൻ്റെ തല മടക്കത്തില്ല. കുഞ്ഞുങ്ങൾ പാടിയതുപോലെ, ബൗ ഡൗൺ ഇൻ ഹിസ് പ്രസൻസ്, അവന്റെ സന്നിധിയിൽ നമുക്കൊന്ന് വീണ് കിടക്കുവാൻ നാം തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, നെബൂഖദ്നേസറിന്റെ മുൻപിലല്ല, ശത്രുവിന്റെ മുൻപിലല്ല നീ വണങ്ങേണ്ടത് എൻ്റെ കർത്താവിന്റെ സന്നിധിയിലാണെങ്കിൽ നിന്നെ ഉയർത്തുവാൻ, നിന്നെ മാനിക്കുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ കരുതുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവനോട് കൂടെയാണോ യാത്ര? സ്തോത്രം. അവനോട് കൂടെയാണോ യാത്ര? സ്തോത്രം. പൗലോസ് പറയുക, കൊടുങ്കാറ്റ് എത്ര ശക്തമായി ആഞ്ഞടിക്കട്ടെ, ഈ ഞാൻ യാത്ര ചെയ്യുന്ന ഈ പടക് തകർന്നു പോയാലും എന്നോട് കൂടെയുള്ള നിങ്ങളും ഞാനും എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കാമെന്ന് ഒരുവൻ എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അപ്പൻ നമ്മളോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നമ്മളെ വിളിച്ച ദൈവം, നമ്മളെ വിളിച്ചിറക്കിയ ദൈവം, നമ്മളോട് അരുളി ചെയ്ത ദൈവം, നമ്മളിൽ ആ വചനം നൽകിയിട്ട്, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നൽകിയിട്ട് പറയുക, അക്കരയ്ക്ക് പോകാം. അക്കരെ എത്തുമോ? ആ നിത്യതയിൽ അപ്പനോടുകൂടെ. ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഗോൾ. ഈ ഭൂമിയിൽ നാം പ്രാപിക്കുന്ന എല്ലാ ഭൗമിക നന്മകളും, ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന എല്ലാ ഭൗമിക നന്മകളും ഈ യാത്രയിൽ ഉള്ളതാ. നമുക്ക് എന്ത് വേണമെന്നും, നമ്മുടെ കരത്തിൽ എന്ത് തരണമെന്നും, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിക്കണമെന്നും, നമ്മളെ എവിടെ ആയിരിക്കണമെന്നും കർത്താവിനറിയാം.
വിശ്വസിക്കാമോ? ഈ വചനത്തെ ഒന്ന് മുറുകെ പിടിക്കാമോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആ ചോദ്യം എൻ്റെയും നിങ്ങളുടെയും വായിൽ നിന്ന് വരത്തില്ല. കാരണം അവൻ നമ്മളെ വിളിച്ചിറക്കിയത് നശിക്കുവാൻ അല്ല. അവൻ നമ്മളെ വിളിച്ചിറക്കിയത് മരിക്കുവാനല്ല, നിത്യജീവങ്കിലേക്കാ. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അറിഞ്ഞോ അറിയാതെയോ ദൈവസന്നിധിയിൽ നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നവരാ. ഒത്തിരി ചോദ്യങ്ങൾ, വേദനയോടെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. നിന്ദകൾ സഹിക്കവയ്യാതെ ഹന്നയോട് ചോദിച്ചാൽ ഹന്ന പറയും, ഞാൻ കുഞ്ഞിന് വേണ്ടി അല്ല ഈ പ്രാർത്ഥിക്കുന്നേ, പെനീനയുടെ നിന്ന കേട്ട് കേട്ട് മടുത്തു. ഇന്ന് പകലിൽ കുഞ്ഞെ നിന്നയുടെ വാക്കുകൾ കേട്ട് മടുത്തായിരിക്കാം നീ അപ്പൻ്റെ സന്നിധിയിൽ കരയുന്നേ. ആ നിന്ന മാറ്റും കേട്ടോ. ആ നിന്ന മാറ്റുക മാത്രമല്ല, നിന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു പ്രവൃത്തി, ഒരു ജീവൻ നിന്നിൽ ഉളവാക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നിന്റെ മുൻപിൽ ശത്രു നിന്റെ നന്മകളെ തടസ്സപ്പെടുത്തിയിട്ടാം, നിന്റെ നന്മകളെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു കൊണ്ടുവന്ന പദ്ധതികൾ നിനക്ക് നേരെ ഇന്ന് പകലിൽ ആഞ്ഞടിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തിയാൽ പറ, ശത്രുവെ നീ എത്ര ഉന്നതമായ നിലയിൽ പ്രൈസലോട് ഈ കോട്ടകൾ കെട്ടിയാലും ഹല്ലേലൂയ ഞാൻ പറയും, ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറയും, നിന്നാൽ ഞാൻ ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, നിന്നാൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ പറയുവാൻ കഴിയുമോ? നിന്നാൽ, നിന്റെ വചനത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, നിന്നാൽ ഈ പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. എന്റെ കരങ്ങളിൽ യാതൊരു ആയുധങ്ങളുമില്ല, എന്റെ കരങ്ങളിലുള്ള സർവായുധം അങ്ങയുടെ വചനമാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നിന്റെ കുടുംബത്തിന്റെ നേരെ തലമുറകളുടെ പ്രകാശത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, അതിനെ കരിന്തിരി എരിയിച്ച് കളയുവാൻ ശത്രു പദ്ധതിയിട്ടപ്പോ ഇന്ന് പകലിൽ പറയുവാൻ കഴിയുമോ? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ മുറുകെ പിടിച്ച് പറയുവാൻ കഴിയുമോ? അപ്പം നീ എന്റെ ദീപത്തെ കത്തിക്കും, നീ എന്റെ ദീപത്തെ കത്തിക്കും. ശത്രു കരിന്തിരി എരിയിച്ച ചില തിരികൾ ഇന്ന് പകലിൽ എന്റെ കർത്താവ് തെളിയിക്കുവാൻ പോകുകയാ. ജീവനും ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനം, ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം. മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നു, തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയ ദൈവത്തിൻ്റെ വചനം. എൻ്റെ ദൈവം നിന്നെ മുറിക്കുക മാത്രമല്ല, അതിനെ മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവമാ. നിന്നെ മുറിക്കുക മാത്രമല്ല, അവൻ മുറിവ് കെട്ടുന്ന ദൈവമാ. ഇന്ന് പകൽ ചില മുറിവുകൾ എൻ്റെ കർത്താവ് കെട്ടുകയാ. എൻ്റെ കർത്താവ് ചില മുറിവുകൾ കെട്ടുകയാ, ചില മുറിവുകൾ കെട്ടുകയാ. ശത്രു മുറിച്ച ചില കെട്ടുകൾ, ചില മുറിവുകൾ എൻ്റെ കർത്താവ് കെട്ടുകയാ. ഹല്ലേലൂയ. നിന്റെ പ്രിയപ്പെട്ടവര്, നിന്റെ ബന്ധുമിത്രാദികള്, നിന്റെ ചാർച്ചക്കാര്, നിന്റെ ഹൃദയത്തെ മുറിച്ചു കളഞ്ഞ ചില മുറിവുകൾ എൻ്റെ കർത്താവ് ഇന്ന് പകലിൽ വചനത്താൽ അതിനെ കെട്ടുകയാ. പരിശുദ്ധ പിതാവേ, എൻ്റെ പൊന്നപ്പച്ചൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അറിഞ്ഞും അറിയാതെ മടിയൻ എൻ്റെ അപ്പനോട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എത്ര നാൾ. എൻ്റെ കർത്താവിൻ്റെ നിലവിളി കേട്ടു, എൻ്റെ പ്രിയപ്പെട്ടവരുടെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ടു. എൻ്റെ പ്രിയ ദൈവമക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ആരോടും പറയാതെ, ആരോടും ഷെയർ ചെയ്യാതെ അവരുടെ പ്രാർത്ഥനാ മുറിയിൽ അവർ ജോലിയിലേക്ക് കടന്നുപോയപ്പോൾ അവർ യാത്ര ചെയ്ത വാഹനത്തിൽ ഒഴുക്കിയ കണ്ണുനീര് എൻ്റെ അപ്പൻ കണ്ടല്ലോ. ഇന്ന് പകലിൽ എൻ്റെ അപ്പച്ചൻ തന്ന വചനമാണ്. ഇത് അടിയൻ്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ വചനമല്ല. ചില വചനങ്ങളെ മാറ്റി നിർത്തിയിട്ട് അപ്പൻ ഈ വചനം എനിക്ക് നൽകിയെങ്കിൽ ഇത് അടിയനും അടിയൻ്റെ കുടുംബത്തിനും അനുഗ്രഹത്തിന് കാരണമാക്കണമേ.
എവിടെയാണോ മുറിക്കപ്പെടേണ്ടത്, എവിടെയാണോ ചെത്തപ്പെടേണ്ടത്, ഈ പകൽക്കാലം അങ്ങയുടെ വചനത്താൽ ചെത്തപ്പെടുവാൻ എൻ്റെ കരങ്ങളിൽ അടിയനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ, കടന്നു വന്ന നിൻ്റെ ദൈവജനത്തെ, ഈ ശബ്ദവീജുകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അപ്പൻ്റെ കരങ്ങളിൽ അടിയനെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൂരത്തിലായിരിക്കുന്ന എൻ്റെ അഭിഷിക്തദാസനെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൂരത്തിലായിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഇന്ന് പകലിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ, ജീവനും ചൈതന്യമുള്ള അങ്ങയുടെ വചനത്താൽ ജീവിപ്പിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, വീണ്ടും ജീവിപ്പിക്കുന്ന ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്താൽ ശുദ്ധീകരിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനത്താൽ മുറിക്കുന്ന, മുറിവ് കെട്ടുന്ന ഈ ദൈവത്തിൻ്റെ വചനത്താൽ, സർവായുധവർഗമായ ഈ ദൈവത്തിൻ്റെ വചനത്താൽ നിന്റെ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചയക്കുന്നു. കൃപയുടെ കരങ്ങൾ കർത്താവ് പൊതിയും. മഹത്വം അങ്ങേക്ക് യേശു അപ്പച്ചൻ്റെ പൊന്നുനാമത്തിൽ തന്നെ.